بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും. ശാന്തിയും സമാധാനവും അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഖുർആനിൽ. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. അള്ളാഹു പറയുന്നു, ആകാശത്ത് നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടാക്കിയവൻ അനുഗ്രഹപൂർണനാകുന്നു. അവിടെ അവൻ ഒരു വിളക്കും സൂര്യൻ, വെളിച്ചം പ്രതിഫലിക്കുന്ന ചന്ദ്രനും ഉണ്ടാക്കിയിരിക്കുന്നു. وجعلنا سراجا وهاجا. അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നു, കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക് നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. ശാസ്ത്രീയ കണ്ടെത്തലുകൾ പ്രകാരം ഹൈഡ്രജൻ കണികകൾ ഫ്യൂഷൻ റിയാക്ഷൻ ഫലമായി ഹീലിയമായി മാറുന്നു. അതിഭയങ്കരമായ മർദ്ദത്തിന്റെയും സാന്ദ്രതയുടെയും സാന്നിധ്യത്തിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. 15 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് ഇത് നടക്കുന്നത്. ഈ അവസ്ഥയിലൂടെയാണ് സൂര്യൻ അനർഘമായ ഊർജവും വെളിച്ചവും ഉൽപ്പാദിപ്പിക്കുന്നത്. 4 ഹൈഡ്രജൻ കണികകൾ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ഹീലിയം ആയി രൂപാന്തരപ്പെടുന്നു. ഈ രാസപ്രക്രിയയുടെ ഫലമായി വെളിച്ചവും ചൂടും ഉൽപ്പാദിപ്പിക്കുകയും ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ അടക്കം പലതും പുറന്തള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവയിൽ 1% കുറവ് ചൂടും വെളിച്ചവും മാത്രമേ ഭൂമിയിൽ പതിക്കുന്നുള്ളൂ. ഈ സൂര്യതാപവും വെളിച്ചവും ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള സകല ജീവനുള്ളതിന്റെയും ജീവനില്ലാത്തതിന്റെയും നിലനിൽപ്പിൽ പകരം വയ്ക്കാൻ കഴിയാത്ത സ്വാധീനം ചെലുത്തുന്നു. ഭൂമിയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന സ്വയം കത്താൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് സൂര്യൻ. എന്നാൽ ചന്ദ്രൻ ഭൂമിയുടെ അടുത്തു കിടക്കുന്ന ഒരു ഉപഗ്രഹമാണ്. ഈ വ്യത്യാസം 1400 വർഷം മുൻപേ മനുഷ്യനെ പഠിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. അള്ളാഹു ഖുർആനിൽ പറയുന്നു, സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത്. സൂര്യനെയും ചന്ദ്രനെയും ഉപമിക്കുന്നതിലും അഭിസംബോധന ചെയ്യുന്നതിലും ഖുർആൻ ഈ സവിശേഷതയും വ്യത്യാസവും സൂക്ഷ്മമായി പാലിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിറാജ് എന്ന് സൂര്യനെ വിളിക്കുന്ന അള്ളാഹു മുനീർ എന്ന പദമാണ് ചന്ദ്രനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر. അള്ളാഹു പറയുന്നു, എന്നാൽ കണ്ണുകൾക്ക് സൂര്യനിൽ നിന്ന് ലഭിച്ചിരുന്ന പ്രകാശത്തിന്റെ അഭാവത്തിൽ കാഴ്ച നശിക്കുകയും സൂര്യനിൽ നിന്ന് പ്രകാശം ലഭിക്കാത്തതിനാൽ ചന്ദ്രൻ മങ്ങിപ്പോകുകയും സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് ഒരു വലിയ ഗോളമാവുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ചോദിക്കും, എവിടെയാണ് ഓടി രക്ഷപ്പെടേണ്ടത്? ഖുർആനിൽ അള്ളാഹു പറയുന്നു, നക്ഷത്രം തകരുന്ന അവസ്ഥയാണ് സത്യം. നക്ഷത്രങ്ങൾ അടക്കം എല്ലാ വസ്തുക്കൾക്കും അവസാനമുണ്ട് എന്നുള്ള വസ്തുതയിലേക്ക് ഈ ആയത്തുകൾ വെളിച്ചം വീശുന്നു. നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ചെറിയ അംഗമാണ് സൂര്യൻ. ഭൂമിയോട് അടുത്തു കിടക്കുന്ന ഏകദേശം 1500 ലക്ഷം കിലോമീറ്റർ നക്ഷത്രമായതിനാൽ ആണ് സൂര്യനെ പകൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
സൂര്യന്റെ ശക്തി നശിക്കുമ്പോൾ അത് വികസിക്കുകയും ചന്ദ്രൻ അടക്കമുള്ള ആകാശ വസ്തുക്കൾ സൂര്യനിൽ ലയിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയ ലോകം ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. അത് ഖുർആന്റെ മഹാത്മ്യമല്ലയോ? ഈ പ്രപഞ്ച സത്യങ്ങൾ നേരിട്ട് പഠിപ്പിക്കുന്നതിനായിരുന്നു അള്ളാഹു പ്രവാചകനെ മിഅ്റാജ് യാത്രയ്ക്ക് കൊണ്ടുപോയത്. ഇത്തരം ഖുർആൻ ശാസ്ത്രീയ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മുടെ മറ്റു വീഡിയോകൾ കാണുക. ഞങ്ങളെ ശ്രവിച്ച നിങ്ങൾക്കേവർക്കും നന്ദി.